സംസ്ഥാനത്ത് മഴ തിമിർത്ത് പെയ്യുകയാണ്. ഉച്ചയ്ക്ക് ശേഷം കൊച്ചിയിലും പരിസര പ്രദേശങ്ങളിലും പെയ്ത തീവ്ര മഴയിൽ നഗരം മുങ്ങി. കളമശ്ശേരിയിൽ 1 മണിക്കൂറിടെ പെയ്തിറങ്ങിയത് 60 മില്ലിമീറ്റർ മഴയാണ്. വീടുകളിൽ വെള്ളം കയറിയതോടെ ഫയർഫോഴ്സ് എത്തിയാണ് ആളുകളെ സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറ്റിയത്. ഇൻഫോ പാർക്ക് ഇന്നും മുങ്ങി. കൈപ്പടമുകളിലും പടമുകളിലും കാറുകൾ ഒഴുക്കിൽപ്പെട്ടു. മഴ മുന്നൊരുക്കം പാളിയതിൽ രൂക്ഷ വിമർശനവുമായി ഹൈക്കോടതി. ഉച്ചയിൽ വെള്ളം വീഴുമ്പോഴാണോ നടപടി തുടങ്ങുന്നതെന്ന് കോടതി ചോദിച്ചു. കൊച്ചിയിൽ നിന്ന് വിഷ്ണു സുരേഷ് ചേരുന്നുണ്ട് വിവരങ്ങളുമായി. വിഷ്ണു, വലിയ ദുരിതം, ജനങ്ങളുടെ വലിയ ദുരിതം കഴിഞ്ഞ മണിക്കൂറുകളിൽ നമ്മൾ കണ്ടു. ഇപ്പോഴും ശക്തമായ രീതിയിൽ തന്നെ മഴ തുടരുന്ന സാഹചര്യമുണ്ടോ? നേരത്തെ രൂപപ്പെട്ട വെള്ളക്കെട്ടിന്റെ ഇപ്പോഴത്തെ നില എന്താണ് വിഷ്ണു? വിജിത്ത്, നിലവിൽ മഴ മാറി നിൽക്കുകയാണ്. വെള്ളക്കെട്ട് പലയിടങ്ങളിലും ഇപ്പോഴും തുടരുന്നുണ്ട്, ചിലയിടങ്ങളിൽ ഇറങ്ങുകയും ചെയ്യുന്നുണ്ട്. അപ്പോഴും ഈ കളമശ്ശേരി, തൃക്കാക്കര, കൊച്ചിയിലെ ചില പ്രധാന ഭാഗങ്ങൾ, ഇവിടെയാണ് ഇത്തവണ പ്രതിസന്ധി കൂടുതലായി വരുന്നത്. കഴിഞ്ഞ മഴകളിലും ഇന്ന് പെയ്ത മഴകളിലും ഈ പ്രദേശങ്ങളിൽ വെള്ളക്കെട്ട് രൂക്ഷമായിരുന്നു. കളമശ്ശേരി മൂലേപ്പാടത്ത് ഏകദേശം 20-ലധികം വരുന്ന കുടുംബങ്ങളെ അവിടെ നിന്ന് ഒഴിപ്പിച്ചിരുന്നു. ഇന്നലെ 200-ലധികം വരുന്ന വീടുകളിൽ വെള്ളം കയറി. അതോടൊപ്പം തന്നെ തൃക്കാക്കരയിലെ പല മേഖലകളിലും സമാനമായ രീതിയിൽ വെള്ളം കയറി. കൊച്ചിയിലേക്ക് എത്തുകയാണെങ്കിൽ നഗരമേഖല, കരൂര്, നോർത്ത്, പാലാരിവട്ടം, അതോടൊപ്പം പനമ്പള്ളി നഗർ, കടവന്ത്ര മേഖലകളിലും വെള്ളക്കെട്ട് രൂപപ്പെട്ടിട്ടുണ്ട്. ഈ മഴ മാറി നിൽക്കുമ്പോഴും വെള്ളം പുറത്തേക്ക് ഇറങ്ങി പോകുന്നില്ല എന്നുള്ളതാണ് ഇത്തവണത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിസന്ധി. അതിന് കാരണം ഈ മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഓടകൾ വൃത്തിയാക്കാത്തതാണ് ഈ വെള്ളം കെട്ടിക്കിടക്കുന്നതിന് കാരണം. ഒരുപാട് സമയമെടുത്താണ് ഈ വെള്ളം ഇറങ്ങിപ്പോകുന്നത്. അപ്പോഴേക്കും അടുത്ത മഴ വരും, പിന്നീട് വീണ്ടും വെള്ളക്കെട്ട് രൂപപ്പെടുന്ന കാഴ്ചയാണ് ഈ പ്രധാനപ്പെട്ട നഗരസഭകളിലും കോർപ്പറേഷൻ പരിധിയിലുമെല്ലാം കാണുന്നത്. ഇന്ന് കോടതിയുടെ ഭാഗത്തുനിന്ന് രൂക്ഷ വിമർശനം ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്നു. ജനങ്ങളെയും അതോടൊപ്പം അധികൃതരെയുമാണ് കോടതി വിമർശിച്ചത്. ഒന്ന്, മഴക്കാലപൂർവ്വ ശുചീകരണം എന്തുകൊണ്ടാണ് ഇപ്പോൾ നടത്താത്തത്, വൈകിയത് എന്നായിരുന്നു കോടതിയുടെ ചോദ്യം. ഒപ്പം ജനങ്ങൾ ഈ മാലിന്യങ്ങൾ വലിച്ചെറിയുന്നതിൽ ഒരു ജാഗ്രത പുലർത്തണം, അതാണ് പ്രധാനപ്പെട്ട കാരണമായി കോടതി ഉയർത്തിക്കാട്ടിയത്. ഒരു സഹകരണം ജനങ്ങളുടെ ഭാഗത്തില്ലെങ്കിൽ കൊച്ചിയിലെ വെള്ളക്കെട്ട് പരിഹരിക്കാനാവില്ല എന്ന് കോടതി ഓർമ്മിപ്പിക്കുകയും ചെയ്തു. ഇന്ന് കൈപ്പടമുകളിൽ ഒരു കാറ് വീണ്ടും വെള്ളത്തിൽ പോയി. ഇന്നലെ അതേ സ്ഥലത്ത് തന്നെ ഇന്നലെയും ഒരു കാറ് വെള്ളത്തിൽ പോയിരുന്നു. അപ്പോഴും അധികൃതർ മൗനം പാലിക്കുന്നു, അല്ലെങ്കിൽ ഈ കാണയും റോഡും തമ്മിലുള്ള അതിർവരം അല്ലെങ്കിൽ വേർതിരിവ് വരുത്താനുള്ള ഒരു ശ്രമം അധികൃതരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നില്ല എന്ന വിമർശനം ആ മേഖലയിൽ നിന്ന് ഉയർന്നിട്ടുണ്ട്. ആകെ മൊത്തം ഇന്ന് 2 മണിക്കൂർ പെയ്ത മഴയിൽ കൊച്ചി പൂർണ്ണമായും വെള്ളത്തിനടിയിലാവുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. ശരി, വിഷ്ണു സുരേഷ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു. മഴയ്ക്ക് കൊച്ചി നഗരത്തിൽ നേരിയ ശമനമുണ്ട് എന്ന് പറയാം. പക്ഷേ അപ്പോഴും പലയിടത്തും രൂപപ്പെട്ടിട്ടുള്ള വെള്ളക്കെട്ട് അത് ഇപ്പോഴും തുടരുക തന്നെയാണ്. വിഷ്ണു സുരേഷ് അതിന്റെ വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു.